ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊള്ളുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും കാത്തുസൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയണമെന്ന് എന്നോടും നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മാസപ്പിറവി ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് മാസം 4 എന്നാൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുന്ന സൗദിയിലും അതുപോലെ മറ്റിതര ഗൾഫ് നാടുകളിലുമൊക്കെ ഇന്ന് ദുൽഹജ്ജ് 5. ദുൽഹജ്ജ് 8 മുതലാണ് പരിശുദ്ധ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുന്നത്. പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ഹജ്ജ് 8 പറയുക യൗമു തർവിയ എന്നാണ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിന് പോയ സഹോദരന്മാർ സഹോദരികൾ അവർ മിക്കവാറും തമത്തു ആയിട്ടായിരിക്കും ഹജ്ജിന് പോയിട്ടുള്ളത്. തമത്തു, ഇഫ്രാദ്, ഖിറാൻ എന്നീ 3 രൂപങ്ങളുണ്ട് ഇഹ്റാം. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിൽ കിടക്കുന്നില്ല. തമത്തുവായി പോയ ആളുകളായിരിക്കും നമ്മുടെ നാടുകളിൽ നിന്ന്, അതായത് ഹജ്ജ് ഉംറയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുക, എന്നിട്ട് നമ്മുടെ മീഖാത്തായ ലംലം എന്ന് പറയുന്ന ബൈത്തുല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുക, എന്നിട്ട് അവിടെ പോയി ഉംറ നിർവഹിച്ച് തഹല്ലുലാവുക. പിന്നീട് ദുൽഹജ്ജ് 8 അവർ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ലബ്ബൈകല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന, ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് തമത്തു എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം എല്ലാവരും, ഏറെക്കുറെ എല്ലാവരും ആ രൂപത്തിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കൽ. ഇവിടുത്തെ പോയപാടൊക്കെ ഉംറ നിർവഹിക്കും. അത് കഴിഞ്ഞ് പിന്നീട് അവരുടെ താമസ സ്ഥലത്ത് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ദുൽഹജ്ജ് 8 ഹജ്ജ് കർമ്മം നിർവഹിക്കും. ദുൽഹജ്ജ് 8 എല്ലാവരും ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതയ്ക്കുകയും ചെയ്തുകൊണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് നേരെ മിനായിലേക്ക് പോവുകയാണ്. മിനായിലാണ് ഹജ്ജാജികൾ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി അറഫ ദിവസം ഒഴിച്ച് മറ്റു ദിവസങ്ങളൊക്കെ താമസിക്കുന്നത്. അവിടെ നിന്ന് ളുഹറും അസറും മഗ്‌രിബും ഇശാവും സുബഹിയും എല്ലാ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് 4 റക്അത്തുള്ളത് കസറാക്കി 2 റക്അത്താക്കി നമസ്കരിക്കുകയാണ് റസൂലുള്ളാഹി. പക്ഷെ ഇന്ന് സങ്കടകരമായൊരവസ്ഥ, പുതിയ ചില ആളുകൾ വിദഗ്ധന്മാർ എന്നൊക്കെ പറയാം, അവരിപ്പോൾ ഇങ്ങനെ കസറാക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ഹാജിമാർ വന്ന് വെച്ച് പറയട്ടെ, അങ്ങനെ കസറാക്കേണ്ടതില്ല, നമുക്ക് 4 റക്അത്ത് 4 നമസ്കരിക്കാം എന്നൊക്കെ പറയാൻ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിക്ക് എതിരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നിർവഹിച്ചത്. ആ മിനായിൽ അന്ന് താമസിച്ച് പിറ്റേ ദിവസം ദുൽഹജ്ജ് 9 അഥവാ നമുക്ക് ചൊവ്വാഴ്ചയായിരിക്കും അത്. അന്ന് എല്ലാ ആളുകളും ഹാജിമാർ മുഴുവൻ അറഫയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. സൂര്യോദയത്തിന് ശേഷമാണ് അറഫയിലേക്ക് നീങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
അൽ ഹജ്ജ് അറഫ എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അറഫ എന്ന് പറയുന്ന സ്ഥലം തന്നെ പുണ്യമാക്കപ്പെട്ടതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. ആ അറഫയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ അവർ സംഗമിക്കുകയാണ്. അവർ സംഗമിച്ചുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ 45 മുതൽ 47 ഡിഗ്രി വരെയാണ് അവർക്ക് ചൂട് എന്ന് പറയുന്നത്. അസഹനീയമായി. ചിലർക്ക് ചില ടെന്റുകളും മറ്റ് ശീതീകരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും ആ പുലിവെയിലത്ത്, ആ കടും ചൂടിൽ അറഫാത്തിൽ സത്യവിശ്വാസികളൊക്കെ ഒരുമിച്ച് കൂടുകയാണ്. അറഫ എന്ന് പറയുന്നത് ആ പേരിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ഹജ്ജിന്റെ മനാസിക്കുകൾ പഠിപ്പിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട്, നീളം പഠിച്ചോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു മറുപടി പറഞ്ഞു, ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അതവിടെ വെച്ച. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നത് എന്ന് പറയുന്നത്. ഒരേ അഭിപ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് നമ്മളെല്ലാവരും പുറത്തു വന്നു പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അക്കൂട്ടത്തിൽ പുറത്തു വന്നു. പിന്നീട് അവർ സംഗമിച്ച സ്ഥാനമാണ് അറഫ. പരസ്പരം അറിഞ്ഞത് അവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് അതിന് അറഫ എന്ന് പേര് എന്ന് പറയുന്നത്. സുഗന്ധം എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് പരസ്പരം ഇങ്ങനെ അറിയുന്നത് കൊണ്ടാണ് അറഫ. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നൊരർത്ഥമുണ്ട് എന്നൊക്കെയുള്ള ധാരാളം അഭിപ്രായങ്ങളുണ്ട്. അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കല്ല, നമുക്കൊക്കെ തന്നെയും അറഫ എന്ന് പറയുന്നത് മഹത്തരവുമാണ്. ഒരു വേള അതൊരു സന്തോഷകരവുമാണ്. ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള ഒരു വചനം, ആ വചനം അങ്ങനെ ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ ഞങ്ങളതൊരു വലിയ ആഘോഷ ദിനമായി ഉത്സവമാക്കുമായിരുന്നു ആ ദിവസത്തെ. അപ്പൊ അമീറുൽ മുഅ്മിനീൻ അവരോട് ചോദിച്ചു, ഏതാ നിങ്ങൾ പറയുന്ന ആ വചനം? അപ്പൊ യഹൂദി പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇതാണ് ആ ആയത്ത് എന്ന് പറഞ്ഞാൽ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഇന്ന് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം ദീന, ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ആദർശത്തെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇതൊരു വല്ലാത്ത വചനമാണ്. മനുഷ്യജീവിതത്തിന് സത്യാസത്യ വിവേചനം നൽകുന്ന വിശുദ്ധ ഖുർആൻ പ്രമാണമായി കൊണ്ടുള്ള മഹത്തരമായ ഒരു ആദർശമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പ്രമാണങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയത് 23 വർഷക്കാലം കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ശകലങ്ങളായിക്കൊണ്ടാണ്. ആയത്തുകളും സൂറത്തുകളും ഒക്കെയായിരുന്നു. അതിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ അപ്പോൾ അറിയിച്ചു കൊടുത്തതാണ്. ഓരോ ഘട്ടത്തിലും
ആ ഘട്ടത്തിനനുസരിച്ച്, ആ സന്ദർഭത്തിനനുസരിച്ച് വിധികളും, അല്ലെ, നമസ്കാരം നമുക്കറിയാലോ, മിഅ്റാജിൽ. അതുപോലെ ഓരോ ഹിജ്റ 2 നോമ്പ്, അതുപോലെ തന്നെ സക്കാത്ത്, ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലായി ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ദീനുൽ ഇസ്ലാം, ഈ മതത്തിന്റെ ആദർശം, അതിന്റെ വ്യവസ്ഥകൾ, നിയമങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചു കൊടുക്കും. അവസാനം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി, ഇന്ന് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ആ മതത്തെ, ആ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നത്. എൻ്റെ അനുഗ്രഹം പൂർത്തീകരണങ്ങളുടെ ഉണ്ടായി. നിർവല്ലാത്ത വചനാണ്. അങ്ങനെ ഇസ്ലാം എന്ന ആദർശത്തിന്റെ പൂർത്തീകരണം നടന്ന ദിവസമാണ്. ആ ദിവസം ഞങ്ങൾക്കായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതൊരു വലിയ ആഘോഷമാക്കുമായിരുന്നു എന്ന് ജൂതൻ പറയുകയുണ്ടായി. അപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു, قد عرفنا ذلك اليوم والمكان الذي نزلت فيه النبي صلى الله عليه وسلم وهو قائم بعرفة يوم الجمعة. അത് ഞങ്ങൾക്കറിയാം. ഈ വചനം നിറങ്ങിയത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്നത്തെ അറഫ ദിനം. ആ വെള്ളിയാഴ്ചയായ അറഫ ദിനത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വചനം ഇറങ്ങിയത്. അപ്പൊ അറഫയുടെ പവിത്രത എത്രയാണ്, ആ ദിവസത്തിന്റെ പവിത്രത എത്രയാണ്. നമുക്ക് നമ്മുടെ മതത്തെ സമ്പൂർണ്ണമാക്കി അല്ലാഹു തന്നത്. അതുകൊണ്ട് തന്നെ യൗമു അറഫ വയൗമുൻ നഹർ വഅയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം ഫി അയ്യാമി അക്ലിൻ വശുർബ്. ഈ അറഫ ദിനവും യൗമുൻ നഹർ ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ ദിനവും അയ്യാമുത് തശ്രീഖും ഒക്കെ ഈദുനാ അഹ്ലൽ ഇസ്ലാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പെരുന്നാളാണ്. കുടിക്കുകയും ഇന്നൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പെരുന്നാളാണ് അത്. അതൊരു ആഘോഷമായി നമ്മൾ എടുക്കുന്നതാണ് യൗമു അറഫയും യൗമുൻ നഹറും. ഞാൻ പറഞ്ഞു വരുന്നത് യൗമു അറഫ, അറഫ ദിനം, അറഫ സ്ഥലം, ആ സ്ഥലത്തിന് പവിത്രത. അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സമീപസ്ഥമായ ഉപരിലോകത്ത് വന്നിറങ്ങും. എന്നിട്ട് അല്ലാഹു പറയും, എന്നിട്ട് അല്ലാഹു പറയും, മലക്കുകളോടൊക്കെ പറയും, നിങ്ങൾ നോക്ക്, ആ അറഫയിൽ സംഗമിച്ച ലക്ഷോപലക്ഷം സത്യവിശ്വാസികളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, യഖൂൽ ഇബാദി ജാഊനി ശുൽസം മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് യർജൂന റഹ്മതി. എന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ വജ്ഹ് ലക്ഷ്യം വെച്ചുകൊണ്ട്, എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട്, മറ്റൊരു ഹദീസില് ദാഹം സഹിച്ചുകൊണ്ട്, ഉഷ്ണം സഹിച്ചുകൊണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആ സത്യവിശ്വാസികളൊക്കെ വന്ന് എന്റെ ആഗ്രഹത്തിൽ, എന്റെ റഹ്മത്തിനായി, അവർക്ക് എന്റെ റഹ്മത്ത് അറിയില്ല, എന്റെ ശിക്ഷ അറിയില്ല, പക്ഷെ ലക്ഷോപലക്ഷം ആളുകൾ വന്ന് എനിക്ക് നേരെ കൈയെത്തുക, എന്നെ പ്രകീർത്തിക്കുകയാണ്, സ്തുതിക്കുകയാണ്, സ്തോത്ര കീർത്തനം ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടോ, അല്ലാഹു അഭിമാനം കൊള്ളുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ യൗമു അറഫ. സത്യവിശ്വാസികളൊക്കെ ഇങ്ങനെ സംഗമിച്ച അവസ്ഥ എന്നിട്ട് പറയുമല്ല, ഫലൗ കാനത്ത് ദുനൂബുക്കും കഅദദിർ റമൽ. എന്റെ ദാസന്മാരെ, നിങ്ങളുടെ പാപങ്ങൾ അത് മണൽത്തരികളുടെ അത്രയുണ്ടായിരുന്നാലും ശരി,
അതല്ല, മഴത്തുള്ളികളോളം എത്രമാത്രം ആധിക്യമുണ്ടായിരുന്നാലും ശരി, അല്ലെങ്കിൽ സമുദ്രത്തിലെ നുരകളോളം നിങ്ങളുടെ പാവങ്ങൾ ഉണ്ടായാലും ശരി, എത്ര പാവങ്ങൾ നിങ്ങൾ ചെയ്താലും ശരി, ഇവിടെ കൂടിയിരുന്ന ലക്ഷം ആളുകളോടൊന്ന് പറയുന്ന നിങ്ങൾക്കും നിങ്ങൾ ശുപാർശ ചെയ്യപ്പെടുന്നവർക്കും ഇതാ എല്ലാം ഞാൻ പുറത്തു തരുന്നതാണ്. നമ്മൾ പോകുമ്പോ പറയുമല്ലോ ഹാജിമാരോട്, നിങ്ങൾ പറയണേ, പ്രാർത്ഥിക്കണേ, എന്റെ കാര്യവും അല്ലാഹുവോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആ അറഫാത്തിലൊക്കെ നിങ്ങൾ പറയണമേ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അല്ലാഹു ശുപാർശ ചെയ്ത ആളുകൾക്ക് എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കുന്ന ദിവസം, അറഫ പുണ്യമാക്കപ്പെട്ട ദിവസം. ഹജ്ജിന്റെ മാസങ്ങള് നമുക്കറിയാം, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം അല്ല. പക്ഷേ അതിലേറ്റവും ശ്രേഷ്ഠമായത് ഈ ദിനങ്ങളാണ്. അൽ ഹജ്ജ് അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അറിയപ്പെട്ട മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹജ്ജിന് വേണ്ടി അവിടെ പോയി, എന്നിട്ട് നിങ്ങൾ സ്ത്രീ പുരുഷ സംസർഗം പോലെയുള്ള ഏർപ്പാടുകളിലൊന്നും ചെല്ലാതെ, അതുപോലെ തന്നെ ദുർവൃത്തികളോ വലാ ജിദാല, വാക്കുതർക്കങ്ങൾ. അങ്ങനെയാണല്ലോ മനുഷ്യന്മാർക്ക് തർക്കം കൂടുതലാ. അത് കഅബാലയത്തിന്റെ മുന്നിലായാലും ശരി, അറഫയിൽ പോയാലും ശരി, അവിടെ പോയിട്ട് തർക്കം ഉണ്ടാക്കും ചില ആളുകൾ. അത്രമാറാവട്ടെ. അങ്ങനെ തർക്കവിതർക്കങ്ങളിലൊന്നും ഏർപ്പെടാതെ അള്ളാഹുവിന്റെ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് ദിക്റുകളും ദുആകളുമായി, ഖുർആൻ പാരായണമായി, നമസ്കാരമായി, അങ്ങനെ നിങ്ങൾ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലം എത്രയാ! നിങ്ങൾ അങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ട് അവിടെ ചെന്നത്. നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കിക്കോ. പടി യമനിൽ നിന്നൊക്കെ പോകുന്ന മനുഷ്യന്മാർ അവർ യാത്രാ വിഭവങ്ങളൊന്നും ഒരുക്കൂല. എല്ലാം അള്ളാഹ് ഏൽപ്പിച്ച് തവക്കൽത്തു അല്ലാഹ്. വേറെ കിട്ടിയാൽ തിന്നു, കിട്ടിയാൽ കുടിക്കുന്നൊക്കെ ധാരണയിലൊക്കെ പോകുന്നതിലെ കൂട്ടുണ്ടായി. ഇന്നും ചില ആളുകൾ നടന്നൊക്കെ പോയിച്ചു, ഒന്നും കരുതാതെ ഭക്ഷണം കിട്ടുന്നവനോട് വാങ്ങിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്ന ഏർപ്പാടുകൾ അവസാനം ഒരു ഔലിയാക്കന്മാരായി മാറുന്ന അവസ്ഥയൊക്കെ കാണാൻ. ഇസ്ലാം നിരാകരിക്കുക, വിശുദ്ധ ഖുർആൻ അത് നിഷേധിക്കുകയില്ല. നിങ്ങൾ യാത്രക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കണം. ഭക്ഷണത്തിന്റെ വേണമെങ്കിൽ അത് വേണം, വസ്ത്രം വേണം, ബ്രഷും ബേഷും ഒക്കെ കൊണ്ടുപോകണം എന്നൊക്കെ. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തഖ്വയാകുന്ന ആ വിഭവമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതാണ് ഏറ്റവും നല്ലത്. അതുണ്ടാണ്ട് പോകും. എല്ലാ ഭാണ്ഡക്കെട്ടും ഉണ്ടായിട്ട് തഖ്വയായിട്ട് പോകും, തഖ്വ ഇല്ലാണ്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാം അള്ള തരുമെന്ന് പറഞ്ഞിട്ട് ഒരു വിഭവവും ഇല്ലാതെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകരുത്. നിങ്ങള് യാത്രാ വിഭവങ്ങൾ ഒരുക്കുക. ഇപ്പൊ നമ്മളോട് മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഓർക്കുന്നത്, തഖ്വയാകുന്ന ആ വിഭവമുണ്ടല്ലോ, സൂക്ഷ്മതാബോധം. ഇവിടെ ഹജ്ജിന്റെ അടുത്ത് പോയി ഹജ്ജിന്റെ മനാസിക്കുകൾ, അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ തർക്കങ്ങളും കുതർക്കങ്ങളും സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഇടപാടുകൾ സംസാരങ്ങളും അതിനനുസരിച്ച ശൃംഗാരങ്ങളും വൃത്തികേടുകളും അതൊന്നും പാടില്ല. അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ തഖ്വ.
വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കണം എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ അറഫയിലെ തഖ്വയാകുന്ന സൂക്ഷ്മതാബോധത്തോടു കൂടി ചെന്നെത്തിയ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് കൈയുയർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൈതട്ടി മാറ്റുകയില്ല എന്ന് പറയുന്നു. അത് മണൽത്തരികളോളം പാപങ്ങളുമായി പോയാലും ശരി, മഴത്തുള്ളികളോളം തിന്മകളുമായി പോയാലും ശരി, കടൽത്തിരമാലകളിലെ നുരകളോളം തെറ്റുകുറ്റങ്ങളുമായി പോയാലും ശരി, നിങ്ങളുടെ കരങ്ങൾ ഉയരട്ടെ അള്ളാഹുവിലേക്ക്, ഞാനത് പൊറുത്തു തരുന്നതാണ്. എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുതഖല്ലാഹു ഫീഹി അദം മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനം ചെയ്യപ്പെടുന്നത് യൗമു അറഫയെ പോലെ മറ്റൊരു ദിവസത്തിലുമില്ല. ധാരാളം ആളുകളെ നരകമോചനം നടത്തുന്ന ദിവസമാണ് അറഫ. പാവമോചനം തരുന്ന ആളുകൾക്ക് നരകമോചനവും ലഭിക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണകരമായത് അറഫയിലാണ്. അഫ്ളലു ദുആ യൗമി അറഫ, ദുആഉ യൗമി അറഫ. ദുആ ഏറ്റവും ശ്രേഷ്ഠമായത് യൗമു അറഫയിലെ ദുആ. പ്രാർത്ഥിക്കണം, നമ്മൾ അല്ലാഹു പ്രാർത്ഥിക്കണം. ഹാജിമാർ അവിടെ വെച്ച് മാത്രമല്ല, യൗമു അറഫയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ പതിരാവിന്റെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റു നമസ്കാര ശേഷവും അതുപോലെയുള്ള സന്ദർഭങ്ങളിലുമൊക്കെ കൈകൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവോട്. നമ്മുടെ ആവലാദികൾ പറയണം, നമ്മുടെ പ്രശ്നങ്ങൾ പറയണം, പാപമോചനം തേടണം. അങ്ങനെ അറഫ ദിനത്തിന്റെ പവിത്രത നമ്മളും കാത്തു സൂക്ഷിക്കണം. അങ്ങനെ അറഫയിൽ നിന്ന് ഹാജിമാർ പിന്നീട് മുസ്ദലിഫയിലേക്കാണ് പോകുന്നത്. മുസ്ദലിഫയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹാജിമാർ പോകും. മുസ്ദലിഫയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി അവിടെ എത്തിയിട്ട് മശീറുൽ ഹറാം, അവിടെ ഒരു പള്ളി കാണാം. അതിന്റെ അടുത്ത് ചരൽ വിരിച്ചതുപോലെ അവിടെ എത്തിയിട്ട് മഗ്രിബും ഇശാവും ജമ്മും കസ്റുമായി നമസ്കരിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഫൈദാ അഫൽതും മിൻ അറഫാത്ത്, ഫൈദാ അഫൽതും മിൻ അറഫാത്ത്, അറഫാത്തിൽ നിന്ന് നിങ്ങൾ നടന്ന് ഒഴുകുകയാണ്. ഫദ്കുറുല്ലാഹ ഇൻദൽ മശീറിൽ ഹറാം, ആ മശീറിൽ ഹറാമിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക, ധാരാളമായി ഓർക്കുക. വദ്കുറൂഹു കമാ ഹദാക്കും, നിങ്ങൾക്ക് മാർഗദർശനം നൽകപ്പെട്ട ആ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാലിൻ, നിങ്ങൾ ഇതിനു മുമ്പ് വഴികേടിലായിരുന്നാൽ പോലും, ഒരുപാട് വഴികേടുകളുമായി ജീവിച്ചു പോയവരാണ് നമ്മൾ. ഒരുപാട് പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് ദുർമാർഗങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അവിടെ വന്ന് അറഫാത്തിൽ നിന്ന് പിന്നീട് മശീറുൽ ഹറാമിലേക്ക് നിങ്ങൾ ഒഴുകി അവിടെയും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. എന്നിട്ട് അവിടെ ഉറങ്ങണം, അവിടെ കിടക്കണം. മാനം നോക്കണം. നമ്മൾ എത്ര വിശാലമാണ് ആ മാനം. വിശാലമാകണം നമ്മുടെ ഹൃദയം. ഭൂമിയിൽ നമ്മൾ ഞെരുങ്ങിയിട്ട ചരൽപ്പരപ്പിലാ കിടക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ശരി, അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ടാണ് സൂര്യോദയത്തിന് മുമ്പ് തന്നെ വീണ്ടും യൗമുൻ നഹറില് നമ്മൾ എവിടത്തേക്ക് പോകുന്നത്? മിനായിലേക്ക് പോവുക. നമ്മൾ ദുൽഹജ്ജ് 10 മിനായിലേക്ക് പോയി അവിടെ നിന്ന് അഖബയിൽ ഏറ് നടത്തി, ജംറയിൽ ഏറ് നടത്തി, ബലി കൊടുത്ത്, മുടിയെടുത്ത്, ഭാഗികമായി തഹല്ലുലായി, പിന്നീട് കഅബ തവാഫ് ചെയ്ത്, പിന്നീട് സഫാ മർവ സഅയ് ചെയ്ത്, അതൊക്കെ യൗമുൻ നഹർ ബലിപെരുന്നാൾ ദിവസത്തിൽ നടക്കുന്ന കർമ്മങ്ങളാണ്.
അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ നടത്തി അന്നേരമൊക്കെ നിങ്ങൾ ചെയ്യണം. അവരെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ്. ആ പാപങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ അടുത്ത് എത്തുന്നത് എങ്കിൽ നമ്മുടെ കോടാനുകോടി വർഷം നീണ്ടു നിൽക്കുന്ന പരലോകത്തിലെ അനന്തമായ ജീവിതത്തിന്റെ അവസ്ഥയെത്താം. എത്ര ഭയാനകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യമുള്ളവനാ, എത്രയോ കാരുണ്യമുള്ളവനാ. ഒരു ഉമ്മ ആ കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാരുണ്യം എത്രയാ? ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനെ തന്നെ ചിറകിലാക്കിയിട്ട് കാണിക്കുന്ന കാരുണ്യം എത്രയാ? അതിനേക്കാളൊക്കെ എത്രയോ കാരുണ്യവാനാണ് നമ്മുടെ അല്ലാഹ്. നമ്മുടെ ഏറെ കാരുണ്യം കാണിക്കുന്നവനാണ്. നിരാശ വേണ്ട, അശേഷം നിരാശ വേണ്ട. അല്ലാഹുവിനോട് ധിക്കരിച്ച് ജീവിച്ചവരാ നമ്മൾ. അല്ലാഹുവിന് എതിരായി ഒരുപാട് പ്രവർത്തിച്ചവരാ നമ്മൾ. അല്ലാഹുവിനെ മറന്ന് തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടു പോയവരാ നമ്മൾ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് നമുക്ക് ചില ദിവസങ്ങൾ തന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്, ചില സമയങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാ, അല്ലാഹു ഏറെ കാരുണ്യവാനാ. അറഫാ ദിനത്തിലും നമ്മൾ ഇവിടെ നിന്നും, ഹാജിമാർ അവിടെ നിന്നും, മുസ്ദലിഫയിൽ അവരവിടെ നിന്നും, നമ്മൾ ഇവിടെ നിന്നും, പെരുന്നാൾ ദിവസങ്ങളിലും പിന്നീടുള്ള അയ്യാമുത്ത തശ്രീഖുകളിലും അതിന്റെ മുമ്പും ശേഷമൊക്കെയായി പാപമോചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അല്ലാഹുവിനോട് ഏറ്റുപറയുന്നതിന്റെ മുമ്പേ, നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹുവോട് നമ്മൾ ഏറ്റുപറയണം. ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്, ഇങ്ങനെ കുറെ തെറ്റുകൾ, അബദ്ധങ്ങൾ പുറത്തു തന്നെ പറയണം. എന്നിട്ട് വേണം നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു തരും. അയ്യാമുൽ ഈ ദിവസങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മഹത്വമുള്ളതാണ്, പുണ്യമുള്ളതാണ്. 3 10കളെ സംബന്ധിച്ച് പറയപ്പെടുന്നു. ഒന്ന് റമളാന്റെ അവസാനത്തെ 10. രണ്ടാമത്തെ ഇതാണ്. ഒരു വേള രണ്ടും സമാനമാണെന്ന് പറയുന്നുണ്ട്, ഒരു വേള അതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10ന്റെ രാവുകളിൽ നമ്മൾ അല്ലാഹുവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള പകലുകളിലും രാത്രികളിലും നമ്മൾ അല്ലാഹുവോട് കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയ ആളുകൾ അത് അവിടെ നിർവഹിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖറ ഹജ്ജിന് പോയ നമ്മുടെ സഹോദരന്മാർ, സഹോദരികൾ, നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോയവർ, അവർക്കൊക്കെയും നല്ല സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ ഹജ്ജ് ഏറ്റവും സമാധാനപൂർവ്വമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫയുടെ എല്ലാ മഹത്വവും നൽകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി, നല്ല മനുഷ്യന്മാരായി ജീവിക്കണമെന്ന് ഒന്നാമതായി ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമതായി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ചയാണ് ബലിപെരുന്നാൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ബുധനാഴ്ചയാണ് നമ്മുടെ അറഫ നോമ്പ്. അറഫ നോമ്പിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞുപോയ പാവങ്ങൾ, വരാൻ പോകുന്ന ഒരു വർഷത്തെ പാവങ്ങൾ, കഴിഞ്ഞുപോയൊരു വർഷത്തേയും വരാൻ പോകുന്ന ഒരു വർഷത്തെയുമായ പാവങ്ങളെല്ലാം തെറ്റുന്നതാണ്. അതുകൊണ്ട് ആ നോമ്പിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക.
പരമാവധി ദിവസങ്ങളിൽ നോമ്പെടുക്കണം. 1 മുതൽ 9 ദിവസങ്ങളിലൊക്കെ 9 വരെ ദിവസങ്ങളിലൊക്കെ പരമാവധി നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അറഫ നോമ്പ് പ്രത്യേകമായ സവിശേഷതയുള്ളതാണ്. ചില ദിവസം പെരുന്നാളിന് പോകുമ്പോൾ കുറെ കൂടി കൂടുതൽ ശ്രദ്ധിക്കുക. ഈദ്ഗാഹിലായിരിക്കും ഈ പ്രാവശ്യം പെരുന്നാൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ കയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും. വളരെ ശക്തമായ മഴയുണ്ടെങ്കിൽ മാത്രമേ പള്ളിയിലേക്ക് മാറൂ എന്നാണ് പറയുന്നത്. നേരത്തെയാണ് പെരുന്നാൾ ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് അള്ളാഹുസ്ലമയുടെ മാതൃക ചെറിയ പെരുന്നാൾ എന്തെങ്കിലും കഴിച്ചാൽ പോകാം, ബലിപെരുന്നാൾ ഒന്നും കഴിക്കാതെയാണ് പോകാം. എന്നാൽ സൂര്യൻ ഉദിച്ച് ഒരു മുഴയൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ ബലിപെരുന്നാളിൻ്റെ അതിൻ്റെ നമസ്കാര സമയമായിരുന്നു. നമ്മൾ പിന്നെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് എങ്ങനെ നീട്ടി പോകുന്നതാണ്. ആ ബലിപെരുന്നാളിൻ്റെ മഹത്വം മനസ്സിലാക്കി ആഘോഷത്തിൻ്റെ നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നല്ല പുതിയ വസ്ത്രങ്ങൾ, ഉള്ളതിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. സുഗന്ധം പൂശി പോകാൻ ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതൊക്കെ രണ്ട് വഴിയിലാകുന്നതിന് വരെ പുണ്യമുണ്ടെന്നാണ് റസൂലുള്ളാഹി പറയുന്ന കാര്യങ്ങൾ. ഓരോ കാര്യവും നമുക്ക് അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം, പുണ്യങ്ങൾ, കൂലികൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല സുഗന്ധം ധരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയാണ് ചുന്തുബ് ഖല സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ നഹർ ثم خطب ثم ذبح. സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് ഒരു ഖുതുബ നിർവഹിച്ച് പിന്നീട് ബലികർമ്മത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ നമ്മളും ആ പെരുന്നാളിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ആളുകളെയും, സ്ത്രീകളെയും കുട്ടികളെയും, നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പ്രയാസമൊക്കെ വിഷമമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ പരമാവധി അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. ആർത്തവകാരികളായ സ്ത്രീകൾ വരെ വരണം എന്നാണ് പറഞ്ഞതാണ്. അവരവരുടെ ദ്വായിലും ദിക്റിലുമൊക്കെ പങ്കെടുത്തോട്ടെ, നമസ്കാരത്തിൽ നിന്ന് മാറിയിരുന്നോട്ടെ. റസൂലുള്ളാഹി വസല്ലമയുടെ ഇത്ര വരെ എല്ലാവർക്കും നമ്മൾ അന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈ പെരുന്നാളിൽ നമ്മുടെ സ്ത്രീകൾക്ക് അന്നും നമ്മുടെ അടുക്കളകളിൽ തന്നെയുള്ള പണികളൊക്കെ ആകുന്നൊരവസ്ഥ അപ്പോൾ മാറി. അവർ നമ്മുടെ ഈ ആരാധനകളിലേക്ക്, ഈ ആഘോഷങ്ങളിലേക്കൊക്കെ അവരെയും പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബലിപെരുന്നാൾ ഏറ്റവും ഹൈറായ രൂപത്തിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മളെ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക. കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ വ്യാഴാഴ്ചയായതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഇനിയൊരു ഇല്ലാത്തത് കൊണ്ട് പറയുകയാണ്, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. നമ്മളെന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ കുടുംബ ബന്ധമൊക്കെ മോശമാണെങ്കിൽ കേട്ടോ. എത്ര ദിക്റും പാതിരാത്രിയിൽ എഴുതിച്ചെന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റിലാണ്, മക്കളും വാപ്പയും ഉമ്മയും തമ്മിൽ തെറ്റിലാണ്, വാപ്പയും മുത്താപ്പയും തമ്മിൽ തെറ്റിലാണ്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്തൊരു പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. ഒന്നെങ്കിൽ താണുകൊടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞേക്ക്. നമ്മുടെ പരലോക ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണത്, വിധാനമാണത്. ആ പെരുന്നാളിൽ കൂടുതൽ ഒന്നുകൂടി പുതുക്കുക, നല്ല ബന്ധങ്ങൾ ഒന്നുകൂടി ഊഷ്മളമാക്കുക. വീട് സന്ദർശനങ്ങളൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ, നമ്മൾ തിരക്കില്ലല്ലേ, ഒരുപാട് തിരക്കല്ലേ, അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ, നമ്മുടെ അനുജൻ്റെ, നമ്മുടെ എളാപ്പയുടെ, മുത്താപ്പയുടെ, മാമന്മാരുടെ അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഒന്ന് പോയി ആ ഒരു ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത സുഖം പറയുക, ആയുസ് വർദ്ധിക്കും. മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും, ആയുസൊക്കെ വർദ്ധിക്കുമല്ലോ. പരലോകത്തെ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടുള്ള അമലുകൾ അല്ലാഹുവിന്റെ അതുകൂടി ഈ പെരുന്നാളോടുകൂടി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഇന്നാംഗങ്ങളും, എല്ലാ പിണക്കങ്ങളും തീർക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.